ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. കാലത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് എത്ര തുച്ഛമാണ്. ഒരു മനുഷ്യായുസ് എന്ന് പറയുന്ന 100 വർഷം എത്രയോ നിസാരമാണ്. എന്നാൽ ഒരു പൂമ്പാറ്റ ഏതാനും മണിക്കൂറുകൾ മാത്രം പൂർണ്ണ വളർച്ചയെത്തി ജീവിക്കുന്നു. അതിനും തോന്നും അനവധി കാലം ജീവിച്ചു എന്ന്. ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ അതുപോലെ മറ്റു ചെറിയ ജീവികളുടെ ചെറുപ്പത്തിനനുസരിച്ച് അവയ്ക്ക് ആയുസ്സിനും വ്യത്യാസം വരുന്നു. അവർക്ക് അല്പമായ ആയുസ്സാണെങ്കിലും അവർക്കത് കുറേ കാലം ജീവിച്ച പോലെ തോന്നുന്നു. എന്നാൽ മനുഷ്യർക്കാവട്ടെ മറ്റു ജീവികളുടെ എല്ലാം ആയുസ് ആവശ്യപ്പെട്ടാലും കിട്ടിയാലും പോരാണ്. ഏറിയാൽ മനുഷ്യൻ്റെ ആയുസ് 100 100 വർഷം ജീവിക്കുന്നു. അതിനുള്ളിൽ എന്ത് നേടാൻ കഴിഞ്ഞു, എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനം. അതിൽ മനുഷ്യായുസ്സൽപ്പം, അതിൽ പാതി നിദ്ര, മനം മോഹഗ്രസ്തം, പരം യൗവനത്തിൽ ബലശൂന്യവാർദ്ധക്യ ബാല്യം കഴിച്ചാൽ സത്യം ഗ്രഹിപ്പാൻ സമയമില്ലൊട്ടും. നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള കാലദൈർഘ്യം വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും ഓരോ അളവാണ്. 100 ആയുസ്സാണ്. 100 വർഷം വരെ ജീവിക്കാനുള്ള കപ്പാസിറ്റിയാണ് മനുഷ്യ ശരീരത്തിനുള്ളതെങ്കിലും 100 കഴിയുന്നവരുണ്ട്, 100 വരെ എത്തുന്നവരുണ്ട്, അതിൻ്റെ എത്രയോ താഴെ കൊഴിഞ്ഞു വീഴുന്നവരുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട ആയുസ് തന്നെ എത്രയോ തുച്ഛമാണ്. അതിൽ 100 വയസ്സെന്ന് കൂട്ടിയാൽ തന്നെ അത് 50 വർഷം ഉറക്കമായി പോകുന്നു. മനുഷ്യായുസ് അല്പം, അതിൽ പാതി നിദ്ര, പകുതി ഉറക്കത്തിലേക്ക് പോകുന്നു. ഒരു കൊച്ചു കുഞ്ഞാവുന്ന സമയത്ത് 24 മണിക്കൂറിൽ 20 മണിക്കൂർ ഉറക്കവും ഏകദേശം ഒരു 2, 3, 4 മണിക്കൂർ മാത്രമേ ഉണർച്ചയുള്ളൂ. അങ്ങനെ വിഷയങ്ങളുടെ ഗ്രഹണശേഷി കൂടിക്കൂടി വരുമ്പോൾ ഉറക്കത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ ആവറേജ് ശരാശരി ഒരു പകുതി മണിക്കൂറെങ്കിലും ഉറക്കത്തിൽ ചെലവഴിക്കുന്നു. അതാണ് മനുഷ്യായുസ്സൽപ്പം, അതിൽ പാതി നിദ്ര, ഉറക്കത്തിനായും സുഷുപ്തിക്കായും സ്വപ്നം കാണാനുമൊക്കെയായി നമ്മൾ പകുതി കാലം വിനിയോഗിക്കുന്നു. പിന്നീടുള്ള കുട്ടിക്കാലമാണെങ്കിലോ ചപലമായ കളികളിൽ മാത്രം ഭ്രമിച്ചു കഴിയുന്നു. ബാലസ്ഥാവത് ക്രീഡാസക്ത, കുട്ടികൾക്ക് കളികളിലാണ് ആസക്തി. തരുണത്താവ് തരുണീതസക്ത, താരുണ്യം അല്ലെങ്കിൽ യൗവനം വന്നു കഴിയുമ്പോൾ സ്ത്രീ പുരുഷ ആകർഷണ വലയത്തിൽ കൂടുന്നു. വൃദ്ധസ്ഥാവത് ചിന്താസക്ത, വാർദ്ധക്യത്തിലെത്തുമ്പോൾ ചിന്താധീനരായി കഴിയുന്നു. പരമേ ബ്രഹ്മണി ഗോവിനസക്ത, ഒരിക്കലും ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവസരം കിട്ടുന്നില്ല എന്നാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യായുസ്സൽപ്പം, അതിൽ പാതി നിദ്ര, മനം മോഹഗ്രസ്തം, പരം യൗവനത്തിൽ. യൗവനകാലത്തിലോ എഴുവയ്ക്കണം, വേണം, വിവാഹം വേണം, മക്കൾ വേണം തുടങ്ങി അനവധി കർമ്മങ്ങളുടെ ബാഹുല്യത്താൽ അല്പം പോലും സമയമോ വിശ്രമമോ ഇല്ലാതെ കഴിയുന്നു. യൗവനത്തിൽ താൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, തൻ്റെ ജീവിതോദ്ദേശം എന്താണ് എന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ ചിന്തിക്കാൻ അവസരമില്ല. അതാണ് മനുഷ്യായുസ്സൽപ്പം, അതിൽ പാതി നിദ്ര, മനം മോഹഗ്രസ്തം, മനസ്സ് പല മോഹങ്ങളിൽ പിടിപെട്ട് വിഴുങ്ങി, ഗ്രസിക്കുക എന്ന് പറഞ്ഞാൽ വിഴുങ്ങ, പല മോഹങ്ങളും വിഴുങ്ങി യൗവനം കഴിയുന്നു. പിന്നീടുള്ള കാലമോ ബലശൂന്യവാർദ്ധക്യ ബാല്യം കഴിച്ചാൽ, ഒന്നിനും പറ്റാത്ത കുട്ടിക്കാലം, ബാലചാബല്യങ്ങളിൽ മാത്രം മുഴുകി വിവേകമില്ലാത്ത കുട്ടിക്കാലം, അതുപോലെ ബലശൂന്യമായ
ആരോഗ്യമില്ല, രോഗഗ്രസ്തരാണ്. പിന്നീടോ അവഗണനകൾ, മറവി, ഇതൊക്കെ കൊണ്ടെല്ലാം പൊറുതിമുട്ടുന്നു. വാർദ്ധക്യകാലം താൻ ഇച്ഛിച്ചതൊക്കെ സാധിക്കാതെ പലതും പോകുന്നു. താൻ പ്രിയമായി വളർത്തിയവരൊക്കെ തൻ്റെ വാക്കുകൾ കേൾക്കാതെയും തന്നെ അവഗണിക്കുന്ന അവസ്ഥയും വാർദ്ധക്യത്തിൽ സ്വാഭാവികമാണ്. അതിനാൽ നാം എന്ത് ചെയ്യണം? വാർദ്ധക്യകാലം ഒന്നും അറിയാൻ പറ്റുന്നില്ല. യൗവനത്തിൽ പല മോഹങ്ങളുടെയും പിന്നാലെ പോകുന്നു. കുട്ടിക്കാലത്തോ ബാലചാബല്യവുമായി കഴിയുന്നു. സത്യം ഗ്രഹിക്കാൻ സമയമില്ലൊട്ടും. പരമാമായ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് ബോധിക്കാൻ സമയമില്ല. അങ്ങനെ ഈ ശരീരവും കൊഴിഞ്ഞു പോകുന്നു. ഇതാണ് ജീവിതത്തിൻ്റെ പരമരഹസ്യം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ എപ്പോഴാണ് നമ്മൾ എന്തിനു വേണ്ടിയായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്? നമ്മുടെ ജന്മോദ്ദേശം എന്താണ്? ആത്മസാക്ഷാത്കാരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും അത് സ്വായത്തമാക്കാനും അല്പം പോലും സമയം കിട്ടുന്നില്ല. മനുഷ്യ ആയുസ്സൽപ്പം അതിൽപാതി നിദ്ര, മനം മോഹഗ്രസ്തം പരം യൗവനത്തിൽ, ബലശൂന്യവാർദ്ധക്യ ബാല്യം കഴിച്ചാൽ സ്ഫുടം ചെയ്വതെപ്പോൾ മനുഷ്യന്തരംഗം. അല്ലെങ്കിൽ സത്യം ഗ്രഹിക്കാൻ സമയമില്ലൊട്ടും.